ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് നാളികേരം ഒന്നും അരയ്ക്കാണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല കുറുകിയ കടലക്കറിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തലേദിവസം മൂടി വയ്ക്കുക കേട്ടോ. കടല കുതിരാൻ വെച്ചിട്ടുള്ള അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടത് വേവിച്ചെടുക്കാം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പിടി ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം, 3-4 അല്ലി വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയ പീസായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. കടല നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുഴുവൻ വെള്ളത്തിൽ ഒഴിക്കണില്ല, ഒരു പകുതി വെള്ളവും കടലയും കൂടിയിട്ട് നമ്മൾ ഈ മസാലയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കടലക്കറി നന്നായി തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കുറച്ച് കടലയും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു വെള്ളവും കൂടിയിട്ട് ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ നല്ല തിക്കായി വരുന്നതുകൊണ്ട് നമ്മൾ കുറേശ്ശെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഈ പേസ്റ്റ് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചാറ് നല്ലതാണ് കേട്ടോ. ഇനി അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോൾ കടലക്കറിക്ക് ഒരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്തേക്കാട്ടോ.
അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേബിൾ മാജിക്സ്.